السلام عليكم. الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد، بسم الله العظيم القدرة والشان، شديد البطش والبرهان، حافظ الدين والقرآن، بسم الله ما شاء الله كان. أعوذ بكلمات الله التامات من كل شيطان وهامة ومن كل عين لامة. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي خلت خيلتي أدركني مرادي يا رسول الله. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي خلت خيلتي أدركني مرادي يا رسول الله. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي خلت خيلتي أدركني مرادي يا رسول الله. സ്നേഹനിധികളായ ഈ ഒരുമിച്ച് കൂടിയതുപോലെ നാളവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഞാൻ ഏവരെയും ഒരുമിച്ച് കൂട്ടി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും വന്നുപോയ എല്ലാ പാപങ്ങളും അല്ലാഹു പുറത്തു മാപ്പാക്കി നൽകുമാറാകട്ടെ. അവന്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ധാരാളം ആളുകൾ ഈ സയ്യിദിയ മജ്ലിസിലേക്ക് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. അവരെ ചെറുതും വലുതുമായ എല്ലാ മുറാദും നീ ഹസിലാക്കണേ അല്ലാഹ്, നീ ഹസിലാക്കണേ അല്ലാഹ്. കമന്റ് സെക്ഷനിൽ ദുആ വസിയത്തുകൾ അറിയിച്ചവർ, നേരിൽ കണ്ട് ദുആ വസിയത്തുകൾ അറിയിച്ചവർ, സങ്കടങ്ങൾ അറിയിച്ചവർ, വിഷമങ്ങൾ പറഞ്ഞവർ, അല്ലാഹുവേ അവരുടെ വിഷമങ്ങളും സങ്കടങ്ങളും ഇടങ്ങേറുകളും നീ തീർത്തു കൊടുക്കണേ അല്ലാഹ്. ഞങ്ങളെ മജ്ലിസിൽ ഞങ്ങൾ സ്ഥിരമായി ചൊല്ലുന്ന ദായിമാക്കുന്ന ദിക്റുകളുടെയും സ്വലാത്തിന്റെയും ഹഖ് ജാ ബർക്കത്ത് കൊണ്ട് അല്ലാഹ് ഈ മാസത്തിൽ ഞങ്ങൾ ദായിമാക്കുന്ന ഈ ദിക്റിന്റെയും സ്വലാത്തിന്റെയും ഹഖ് ജാ ബർക്കത്ത് കൊണ്ട് ആരെല്ലാമാണോ ദുആ വസിയത്തുകൾ അറിയിച്ചത്, എഴുതി അറിയിച്ചവർ, വിളിച്ചറിയിച്ചവർ, മനസ്സിൽ ആ മുറാദ് കരുതിയവരുണ്ട് അല്ലാഹു മുറാദ് നീ ഹസിലാക്കി കൊടുക്കണം അല്ലാഹ്. നീ പരിപൂർണമായിട്ട് നീ ഹസിലാക്കി കൊടുക്കണം അല്ലാഹു. ഈ മജ്ലിസിന് ഹൃദയം കൊണ്ട് ഇഷ്ടം വെക്കുന്നവർ, ഈ മജ്ലിസിന്റെ മുഹിബ്ബീങ്ങൾ, ഈ മജ്ലിസിന്റെ ഖാദിമീങ്ങൾ അല്ലാഹു ഒരു നിലക്കും നീ കൊയക്കല്ലോ അല്ലാഹ്. ഞങ്ങളെ ഉപ്പാപ്പമാരുടെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട്, മഹാനായ ജമലുൽ പാപ്പാന്റെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട് നീ തളർത്തല്ലോ അല്ലാഹ്, നീ കൊയക്കല്ലോ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളെ നീ പ്രയാസപ്പെടുത്തല്ല തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് പവിത്രമാക്കപ്പെട്ട ശവ്വാൽ മാസത്തിലെ 19-ാം ദിനത്തിലാണ്, ശവ്വാൽ മാസത്തിലെ 19-ാം ദിനത്തിലാണ് മുഅ്മിനീങ്ങളെ നാം നിലകൊള്ളുന്നത്. പവിത്രമാക്കപ്പെട്ട മാസം നമ്മോട് സലാം ചൊല്ലി പിരിയുകയാണ്. 19-ാം ദിനത്തിലാണ് നാം നിലകൊള്ളുന്നത്. പവിത്രമാക്കപ്പെട്ട ദിക്റുകൾ, നമ്മൾ ദായിമാക്കുന്ന ദിക്റുകൾ, ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ട ദിക്റുകൾ, ഇസ്തിഗ്ഫാർ, സ്വലാത്ത് ചൊല്ലി കൂട്ടമായി ദുആ ചെയ്യുന്ന വലിയ മജ്ലിസ് അല്ലാഹുവിനെ സ്വീകരിക്കണം അല്ലാഹ്. പവിത്രമാക്കപ്പെട്ട വെള്ളിയാഴ്ച ദിനത്തിലും കൂടിയാണ്. വെള്ളിയാഴ്ച ദിനത്തിലെ പ്രഭാത സമയത്താണ് മുഅ്മിനീങ്ങളെ നാം നിലകൊള്ളുന്നത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പവിത്രമാക്കപ്പെട്ട വെള്ളിയാഴ്ച ദിനത്തെ പറ്റി പറഞ്ഞത് ദിവസങ്ങളുടെ നേതാവാണ് വെള്ളി. വെള്ളിയാഴ്ച ദിനത്തെപ്പറ്റി ഹബീബായ തങ്ങൾ പറഞ്ഞത് ഇത് ദിവസങ്ങളുടെ നേതാവാണ്. ദിവസങ്ങളുടെ നേതാവാണ് വെള്ളിയാഴ്ച ദിനം. അത്രയും ശ്രേഷ്ഠമാക്കപ്പെട്ട ദിനമാണ് മുഅ്മിനീങ്ങളെ വെള്ളിയാഴ്ച ദിനം. ഇന്ന് പ്രഭാത സമയത്ത് നമ്മൾ ചൊല്ലാനിരിക്കുന്ന ഈ ദിക്റുകൾ അല്ലാഹുവിനെ സ്വീകരിക്കണം അല്ലാഹ്. മറ്റുള്ള സമയത്തും നമ്മളെ മജ്ലിസ് കാണുന്നവരുണ്ട്, നമ്മളെ മജ്ലിസ് മറ്റുള്ള സമയത്തും കാണുന്നവരുണ്ട്. അല്ലാഹുവേ എല്ലാവരുടെയും അല്ലാഹുവേ മുറാദ് നീ ഹാസിലാക്കണം അല്ലാഹ്, നീ സ്വീകരിക്കണം അല്ലാഹ്. ചൊല്ലുന്ന ദിക്ർ നീ സ്വീകരിക്കണം അല്ലാഹ്, ഇസ്തിഗ്ഫാർ നീ സ്വീകരിക്കണം
തമ്പുരാനെ. ധാരാളം ആളുടെ മുറാദുകൾ ഹസനായ അതിമഹത്താക്കപ്പെട്ട മജ്ലിസാണ് സയ്യിദിയ മജ്ലിസ്. ധാരാളം ആളുകൾ വലിയ പ്രയാസത്തിലും വലിയ ഇടങ്ങേറിലും ബുദ്ധിമുട്ടായിരിക്കുന്ന സമയത്ത് എനിക്ക് വിളിക്കുന്ന സമയത്ത് ഞാൻ മജ്ലിസിൽ പങ്കെടുക്കാൻ പറയും. അങ്ങനെ ഈ ഇടക്ക് മലപ്പുറം ജില്ലയില് വേങ്ങരയിലെ ചേറൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്തുനിന്ന് ഒരു സഹോദരി പൊട്ടിക്കരഞ്ഞുകൊണ്ട് എന്നെ സമീപിച്ചിരുന്നു. എന്നെ നേരിട്ട് വന്ന് സമീപിച്ചിരുന്നു. അവര് പറഞ്ഞ സങ്കടം, അവര് പറഞ്ഞ പ്രയാസകരമായ അവസ്ഥ. തങ്ങളെ മകൻ സൗദിയില് ജയിലിൽ അകപ്പെട്ടിരിക്കുകയാണ്. സൗദി അറേബ്യയിൽ ജയിലിൽ അകപ്പെട്ടിരിക്കുകയാണ്. വലിയ പ്രയാസത്തിലും പ്രതിസന്ധിയിലാണ് തങ്ങളെ, വലിയ പ്രയാസത്തിലും പ്രതിസന്ധിയിലാണ്. വലിയ സ്വപ്നങ്ങൾ മനസ്സിൽ കണ്ടുകൊണ്ട് മഈശത്തും തേടി അറബിക്കടലും കടന്ന് അക്കരെ മഈശത്തും തേടി പോയതാണ്. വലിയ സ്വപ്നങ്ങളും വലിയ കാര്യങ്ങളും മനസ്സിൽ കണ്ടുകൊണ്ട് കടങ്ങളുണ്ട്, പ്രയാസമാണ്, വീടില്ല തങ്ങളെ, വലിയ പ്രയാസത്തിലും പ്രതിസന്ധിയിലാണ്. ഇതൊക്കെ ഒന്ന് റാഹത്താവാൻ വേണ്ടി സൗദി അറേബ്യയിൽ പോയതാണ്. അവിടെ ചെറിയ പ്രശ്നങ്ങൾ കൊണ്ട് ജയിലകപ്പെട്ടു. വലിയ പ്രയാസത്തിലും പ്രതിസന്ധിയിലാണ്. ഇതൊന്നൊരു വലിയ സലാമത്തുണ്ടാവാൻ, ഇത്തരം പ്രയാസത്തിൽ നിന്ന് ഒന്ന് കരകയറാൻ, അതിന്റെ പരിഹാരങ്ങൾ തങ്ങളെ ഒന്ന് പറഞ്ഞു തരണമെന്ന് പറഞ്ഞിട്ടാണ് ആ സഹോദരി എന്നെ സമീപിച്ചത്. അവരുടെ ഉമ്മ, ഈ പൊന്നുമോന്റെ ഉമ്മ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പ്രയാസം പറഞ്ഞ് ആ സമയത്ത് ഞാൻ പറഞ്ഞത് അവരോട് കുറച്ച് അമലുകളും കാര്യങ്ങളും ചെയ്തു കൊടുത്തു. ഇതിന്റെ മാർഗങ്ങളും ഇതിന്റെ കാര്യങ്ങളും ചെയ്തു കൊടുത്തു. മജ്ലിസിൽ പങ്കെടുക്കാൻ പറഞ്ഞു. അവര് സ്ഥിരമായി മജ്ലിസിൽ പങ്കെടുത്തു. അൽഹംദുലില്ലാ മഹാന്മാരായ ഉപ്പാപ്പമാരുടെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട്, മജ്ലിസിൽ ചൊല്ലുന്ന ദിക്റിന്റെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട്, നമ്മൾ ചെയ്തു കൊടുത്ത കാര്യങ്ങളുടെ വലിയ ഫലം കൊണ്ട് അൽഹംദുലില്ലാ എടുത്താണ് അവരെനിക്ക് വിളിച്ചത്. എടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, തങ്ങളെ അവൻ ഇറങ്ങിയിട്ടുണ്ട്, കുഴപ്പമില്ലാതെ. അൽഹംദുലില്ലാ, സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിലാണ് ആ സഹോദരി വിളിച്ചു പറഞ്ഞു, തങ്ങളെ മകൻ ഇറങ്ങിയിട്ടുണ്ട്. അൽഹംദുലില്ലാ. ഇത്തരം സന്തോഷങ്ങള് ഇൻഷാ അല്ലാഹ് നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെച്ചെന്ന് മാത്രം. ഇതൊക്കെ കാരണമെന്തേ നമ്മൾ ചൊല്ലുന്ന ദിക്റിന്റെ പവറാണ്. മുഅ്മിനീങ്ങളെ, നമ്മൾ ചെല്ലുന്ന ദിക്റിന്റെ പവറാണ്. നമ്മളെപ്പോഴും ചെല്ലുന്ന ദിക്റല്ലേ, എപ്പോഴും ഇതിനാണ് ചൊല്ലുന്നത് എന്ന് പറഞ്ഞ് തട്ടി മാറ്റണ്ട, ഉത്തരണ്ടാവും. എന്ത് പ്രയാസഘട്ടത്തിലാണെങ്കിലും എന്ത് പ്രതിസന്ധി ഘട്ടത്തിലാണെങ്കിലും നമ്മൾ ചെയ്യുന്നതെയും ചെല്ലുന്നതിന്റെയും ചെയ്യുന്നതിലേക്ക് ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട് അല്ലാഹു ആ പ്രയാസത്തെ അല്ലാഹു മാറ്റിത്തരും. അല്ലാഹു തുറസ്സാക്കി തരും. പ്രയാസത്തിൽ നിന്നും പ്രതിസന്ധിയിൽ നിന്നും അല്ലാഹു വലിയ തുറസ് നമുക്ക് നൽകും. ഓരന്റെ മുഅ്മിനീങ്ങളെ, അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്ന സമയത്ത്, വലിയ ഫളലുകൾ ഉണ്ടാകുന്ന സമയത്ത് ഇൻഷാ അല്ലാഹ് നിങ്ങളുമായിട്ട് ഞാൻ അറിയിക്കും. എപ്പോഴും ഇൻഷാ അല്ലാഹ് ഓരോ ഫളലുകൾ ഇൻഷാ അല്ലാഹ് അറിയിക്കും. അല്ലാഹു ഇനിയും വലിയ വലിയ ഫളലുകൾ ഈ ദിക്റിന്റെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട്, നമ്മൾ ചൊല്ലുന്ന സ്വലാത്തിന്റെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട്, ഈ മജ്ലിസിന്റെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട്, മഹാന്മാരായ ഉപ്പാപ്പമാരുടെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട് അല്ലാഹു ഞങ്ങളെ കാതുകളെ കൊണ്ട് നീ കേൾപ്പിക്കണേ അല്ലാഹ്. മജ്ലിസിന് അഭിവൃദ്ധിയിൽ നിന്നും അഭിവൃദ്ധിയിലേക്ക് നീ വളർത്തണേ അല്ലാഹ്, നീ ഉയർത്തണേ അല്ലാഹുവേ. ഞങ്ങൾ മഹാന്മാരായ ഉപ്പാപ്പമാരുടെ ദറജ നീ ഏറ്റി കൊടുക്കണേ അല്ലാഹ്. അവരോടൊപ്പം സ്വർഗത്തിൽ കടക്കാൻ നിങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് കൂടുതലൊന്നും പറയുന്നില്ല, കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് അറിയിച്ചെന്ന് മാത്രം. മജ്ലിസിലേക്ക് കടക്കാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ഓതുന്ന ഫാത്തിഹ, ആദ്യമായി ഓതുന്ന ഫാത്തിഹ അല്ലാഹുവിനെ സ്വീകരിക്കണേ അല്ലാഹ്, നീ കബൂലാക്കണേ അല്ലാഹ്. ഹബീബായ റസൂലുള്ളാഹിന്റെ റൗള ശരീഫിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ്. എല്ലാവരും എൻ്റെ കൂടെ ഇൻഷാ അല്ലാഹ് കൂടി ഓത് അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. പിന്നീട് മഹാന്മാരുടെ ഹദ്റത്തിലേക്ക് വിളിക്കുന്ന ഫാത്തിഹ എല്ലാവരും എൻ്റെ കൂടെ ഓത് അല്ലാഹു നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ കബൂൽ ചെയ്യണേ തമ്പുരാനെ. പിന്നെ മഹത്തമാക്കപ്പെട്ട ദിക്റുകൾ, ഇസ്തിഗ്ഫാർ, സ്വലാത്ത് ചൊല്ലി കൂട്ടമായി ദുആ ചെയ്യാം.
ദുആ വസിയത്തുകൾ വായിച്ച് കൂട്ടമായി ദുആ ചെയ്യണം. അതും കഴിഞ്ഞ് ഇൻഷാ അല്ലാഹ് എല്ലാവരും പിരിയാവൂ. അല്ലാഹുവേ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്, നീ ഭാഗ്യം തന്ന് അനുഗ്രഹിക്കണേ അല്ലാഹ്. إلى حضرة حبيبنا وشفيعنا مصطفى محمد صلى الله عليه وسلم. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. وإلى حضرة الأنبياء والأولياء والعلماء والشهداء والصديقين والصالحين. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. وإلى حضرة سيدنا وسندنا قطب رباني والعوس السمداني ملاذنا الشيخ محي الدين عبد القادر الجيلاني قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. وإلى حضرة سيدنا وسندنا سلطان العارفين أحمد الكبير الرفائي قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. وإلى حضرة سيدنا وسندنا أبو الحسن الشاذلي قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. وإلى حضرة سيدنا وسندنا فقر الدماء والسلواري قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. وإلى حضرة سيدنا وسندنا سلطان الحمد خواجة معين الدين الجستير الأجميري قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. وإلى حضرة سيدنا وسندنا إبراهيم بادشاه يربدي قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين.
إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة سيدنا وسندنا شاه الأمين الناوري قدس الله سره العزيز الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة سيدنا وسندنا داود الحكيم الطفيلي قدس الله سره العزيز الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة سيدنا وسندنا قطب الزمان السيد علوي المنفرمي قدس الله سره العزيز الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة سيدنا وسندنا قطب الزمان جدي باحسن جبلني كدلندي قدس الله سره العزيز الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة سيدنا وسندنا سليمان جن قدس الله سره العزيز الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة سيدنا وسندنا سيما مدوري قدس الله سره العزيز الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة من ماتوا منا خاصة الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. أرحم الراحمين يا തമ്പുരാനെ ഞങ്ങളോദിയ ഫാത്തിഹയെ സ്വീകരിക്കണേ അല്ലാഹ്. ഹബീബായ റസൂലുള്ളാഹിന്റെ ഹദ്റത്തിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ്. ഞങ്ങൾ വിളിച്ച മഹാന്മാരുടെ ഹദ്റത്തിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ്. നിന്റെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട് അല്ലാഹ് ഞങ്ങളെ ദുആഇനെ നീ സ്വീകരിക്കണേ അല്ലാഹ്. നീ കബൂലാക്കണേ അല്ലാഹ്. ഞങ്ങളെ മജ്ലിസിൽ ഇരിക്കുന്നവർക്ക് ധാരാളം മുറാദുകളുണ്ട് അല്ലാഹ്. നീ ഹസിലാക്കണേ അല്ലാഹ്. വലുതും ചെറുതുമായ എല്ലാ മുറാദും നീ ഹസിലാക്കണേ അല്ലാഹ്. അവരുടെ ഉദ്ദേശങ്ങളെ നീ പൂവണിച്ചു കൊടുക്കണേ അല്ലാഹ്. ഞങ്ങൾ വിളിച്ച ഫാത്തിഹ നീ സ്വീകരിക്കണേ അല്ലാഹ്. നീ കബൂലാക്കണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് ദിക്റിന്റെ മജ്ലിസിലേക്ക് നമ്മൾ കടക്കുകയാണ്. എല്ലാവരും ആത്മാർത്ഥമായിട്ട് ഇഖ്ലാസോടുകൂടി നമ്മൾ ഓരോ ദിക്ർ പറയുന്ന സമയത്ത് അതോടുകൂടി ജദ്ദിദു ഈമാനക്കും വനവ്വിറു ഖുലൂബക്കും വസയ്യിനു അൽസിനതക്കും ബിഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു
الله لا إله إلا 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 الله റഹ്മാനുർ റഹീമായ രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ മാലിക്കുൽ മുലൂക്കായ അല്ലാഹ് ഞങ്ങൾ ചൊല്ലിയ തഹ്ലീലിനെ സ്വീകരിക്കണം അല്ലാഹ് ദിക്റിനെ സ്വീകരിക്കണം അല്ലാഹ് അല്ലാഹുവേ ഞങ്ങൾ ധാരാളം ആളുകൾ മൗത്തായി പോയി അല്ലാഹ് അവരെ ഖബറിലേക്ക് ഈ തഹ്ലീലിനെ എത്തിക്കണം അല്ലാഹ് ഒരു നൂറാനിയത്തായി ഒരു പ്രകാശമായി അല്ലാഹുവേ നീ എത്തിക്കണം അല്ലാഹുവേ നീ സ്വീകരിക്കണം അല്ലാഹ് നീ കബൂലാക്കണം അല്ലാഹ് ഞങ്ങളെ പ്രയാസങ്ങൾ നീ മാറ്റി നൽകണം അല്ലാഹ് ഞങ്ങളെ ബുദ്ധിമുട്ടുകൾ നീ തീർത്ത് നൽകണം അല്ലാഹ് ഈ മജ്ലിസിൽ ഇരിക്കുന്നവർക്ക് ധാരാളം മുറാദുകളുണ്ട് അല്ലാഹ് നീ ഹസിലാക്കി കൊടുക്കണം അല്ലാഹ് ഈ തഹ്ലീലിന്റെ ഹക്ക് ബർക്കത്ത് കൊണ്ട് നീ ഹസിലാക്കി കൊടുക്കണം അല്ലാഹ് നീ ഹസിലാക്കണം അല്ലാഹ് ഞങ്ങൾ നിന്നെ കബൂലാക്കണം അല്ലാഹ് ഞങ്ങൾ നിന്നെ കബൂലാക്കണം അല്ലാഹ് ഇൻഷാ അല്ലാഹ് അടുത്തത് ഒരു 33 പ്രാവശ്യം യാ ഹയ്യു യാ ഖയ്യൂം എല്ലാ പ്രയാസങ്ങളും ഈ ദിക്റിന്റെ ഹക്ക് ബർക്കത്ത് കൊണ്ട് മാറട്ടെ എല്ലാ ബുദ്ധിമുട്ടുകളും തീരട്ടെ എല്ലാ പ്രതിസന്ധികളും അല്ലാഹുവേ നീ തരണം ചെയ്യണേ അല്ലാഹ് ഈ ദിക്റിന്റെ ഹക്ക് ബർക്കത്ത് കൊണ്ട് മജ്ലിസിൽ ഇരിക്കുന്നവർക്ക് ധാരാളം മുറാദുണ്ട് നീ ഹസിലാക്കണം യാ ഹയ്യു യാ ഖയ്യൂം 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 റഹ്മാനുർ റഹീമായ രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ മാലിക്കുൽ മുലൂക്കായ അല്ലാഹ് ഈ ദിക്റിനെ സ്വീകരിക്കണം അല്ലാഹ് ഈ ദിക്റിന്റെ ഹക്ക് ബർക്കത്ത് കൊണ്ട് അല്ലാഹ് ഞങ്ങളുടെ ഉദ്ദേശം നീ സഫലീകരിക്കണം അല്ലാഹ് മജ്ലിസിൽ ഇരിക്കുന്നവർക്ക് ധാരാളം മുറാദുകളുണ്ട് അല്ലാഹ് നീ ഹസിലാക്കി കൊടുക്കണം അല്ലാഹ് നീ പോണീച്ച് കൊടുക്കണം അല്ലാഹ് ധാരാളം കടങ്ങളിൽ പ്രയാസപ്പെടുന്നവർ മജ്ലിസ് കാണുന്നവരുണ്ട് അല്ലാഹ് അല്ലാഹുവേ നീ വീട്ടാനുള്ള
മാർഗം നീ എളുപ്പമാക്കണം അല്ലാ, നീ എളുപ്പമാക്കണം അല്ലാ. ലക്ഷക്കണക്കിന് കടമുള്ളവർ, കോടിക്കണക്കിന് കടമുള്ളവരുണ്ട് അല്ലാ. ഷഹീദിന് പോലും പൊറുക്കാത്ത കടബാധ്യത ഞങ്ങൾക്ക് നീ നൽകല്ല അല്ലാ, നീ നൽകല്ല അല്ലാ. ഈ ദിക്റിന്റെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ കടങ്ങളെ പരിപൂർണമായി നീ തീർത്ത് നൽകണമല്ലോ, നീ തീർത്ത് നൽകണമല്ലോ. ഇൻഷാ അല്ലാഹ് അടുത്തത് മജ്ലിസിൽ കുറച്ച് ഇസ്തിഗ്ഫാർ ഒരു 33 പ്രാവശ്യം നമ്മളെ പാപങ്ങൾ പൊറുക്കപ്പെടാൻ, നമ്മളെ മനസ്സിലുള്ള കറകളെ മായ്ച്ചു കളയാൻ ഒരു മഹത്താക്കപ്പെട്ട ഇസ്തിഗ്ഫാർ എല്ലാവർക്കും ചൊല്ലാൻ പറ്റുന്ന ഇസ്തിഗ്ഫാർ. അസ്തഗ്ഫിറുല്ലാഹൽ അലീം, 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 അസ്തഗ്ഫിറുല്ലാഹൽ العظيم استغفر الله 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 العظيم അർഹമർ റഹീമീനായ രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ മാലിക്കുൽ മുലൂക്കായ അല്ലാഹ് ഈ ഇസ്തിഗ്ഫാർ നീ സ്വീകരിക്കണം അല്ലാഹ്, നീ കബൂലാക്കണം അല്ലാഹ്. ഞങ്ങളെ പാപങ്ങളെ നീ കഴുകി കളയണം അല്ലാഹ്, ഞങ്ങളെ പാപങ്ങളെ നീ പുറത്ത് നൽകണം അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങൾക്ക് നീ മാപ്പ് നൽകണം അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളെ പാപങ്ങളെ നീ കഴുകി ശുദ്ധീകരിക്കണം അല്ലാഹ്, ശുദ്ധീകരിക്കണം അല്ലാഹ്. ഈ ഇസ്തിഗ്ഫാറിനെ നീ സ്വീകരിക്കണം അല്ലാഹ്, നീ സ്വീകരിക്കണേ തമ്പുരാനേ. ഇൻഷാ അല്ലാഹ് അടുത്തത് മഹത്താക്കപ്പെട്ട ദിക്ർ എല്ലാവരും എൻ്റെ കൂടെ ഒരു 11 പ്രാവശ്യം ചൊല്ല്. ഒരു തബറുക്കിന് വേണ്ടി ബർക്കത്തിന് വേണ്ടി 11 പ്രാവശ്യം ചൊല്ല്. കൂടുതലൊന്നുമില്ല ഒരു 11 പ്രാവശ്യം. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. റഹ്മർ റഹീമീനായ അല്ലാഹ് ഈ മഹത്താക്കപ്പെട്ട ദിക്ർ നീ സ്വീകരിക്കണം അല്ലാഹ്, നീ കബൂലാക്കണം അല്ലാഹ്. ഇതിന്റെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ഉദ്ദേശങ്ങൾ നീ
പൂവണീച്ച് നൽകണേ അല്ലാ. ധാരാളം മുറാദുകളുള്ളവർ മജ്ലിസിലുണ്ട് അല്ലാ, നീ സഫലീകരിച്ച് കൊടുക്കണേ അല്ലാ. ഒരു വീടില്ലാത്തവര്, വീടിന് കൊതിക്കുന്നവര് മജ്ലിസിൽ പങ്കെടുക്കുന്നവരുണ്ട് അല്ലാ. ഒരു ഹൈറായ ഭവനം നീ പ്രദാനം ചെയ്യണേ അല്ലാ. ഒരു കുഞ്ഞിക്കാല് കൊതിക്കുന്നവരുണ്ട് അല്ലാ. അല്ലാഹുവേ സ്വാലിഹത്തായ സ്വാലിഹീങ്ങളായ മക്കളെ നീ കൊടുക്കണേ അല്ലാ. അത് കൺകുളിർമയോടെ കാണാൻ അല്ലാഹു അവർക്ക് ഭാഗ്യം കൊടുക്കണേ അല്ലാ. നീ തൗഫീഖ് കൊടുക്കണേ അല്ലാ. ജോലിയില്ലാത്തവര് മജ്ലിസ് കാണുന്നവരുണ്ട് അല്ലാ, ഒരു ഹൈറായ ജോലി നീ പ്രദാനം ചെയ്യണേ അല്ലാ. നീ പ്രദാനം ചെയ്യണേ അല്ലാ. ബുദ്ധിമുട്ടുകളെ നീ തീർത്ത് നൽകണേ അല്ലാ. പ്രയാസങ്ങളെ നീ അകറ്റി നൽകണേ അല്ലാ. തടസ്സങ്ങളെ നീ തീർത്ത് നൽകണേ അല്ലാ. അടുത്ത ദിക്ർ ഇൻഷാ അല്ലാഹ്, അടുത്ത ദിക്ർ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. 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 റഹ്മാൻ റഹീമീനായ അല്ലാഹ്, ഈ ദിക്ർ നീ സ്വീകരിക്കണം അല്ലാഹ്, നീ കബൂലാക്കണം അല്ലാഹ്. ഞങ്ങളെ പ്രയാസങ്ങളെ നീ മാറ്റി നൽകണം അല്ലാഹ്, ബുദ്ധിമുട്ടുകളെ നീ തീർത്ത് നൽകണം അല്ലാഹ്. ധാരാളം രോഗികൾ മജ്ലിസ് കാണുന്നവരുണ്ട് അല്ലാഹ്. അല്ലാഹുവേ, രോഗങ്ങൾ പരിപൂർണമായ ശിഫാ നീ നൽകണം അല്ലാഹ്. ഈ ദിക്റിന്റെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട് മാരകമായ രോഗങ്ങൾ അല്ലാഹ് ഞങ്ങൾക്ക് നൽകല്ലോ അല്ലാഹ്. മാരകമായ ക്യാൻസർ രോഗം നൽകല്ലോ അല്ലാഹ്, ട്യൂമർ നൽകല്ലോ അല്ലാഹ്, അറ്റാക്ക് ഞങ്ങൾക്ക് നൽകല്ലോ അല്ലാഹ്. അല്ലാഹുവേ, പേടിപ്പെടുത്തുന്ന ഭീതിപ്പെടുത്തുന്ന രോഗങ്ങളല്ലോ ഞങ്ങൾക്ക് നീ നൽകല്ലോ അല്ലാഹ്, നീ നൽകല്ലേ തമ്പുരാനേ. ഇൻഷാ അല്ലാഹ് അടുത്ത ദിക്ർ ഒരു പവർഫുൾ ആയിട്ടുള്ള ദിക്റാണ്. നമ്മളെ കാര്യങ്ങൾ നേടിയെടുക്കാൻ, നമ്മളെ പ്രയാസങ്ങൾ മാറാൻ ഈ ദിക്ർ ചൊല്ലിക്കോ. മഹാന്മാരായ അമ്പിയാക്കൾ ചൊല്ലിയ ദിക്റാണ് ചൊല്ലിക്കോ. പ്രയാസഘട്ടത്തില് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ ചൊല്ലിക്കോ. ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. 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 റഹ്മാൻ റഹീമീനായ തമ്പുരാനെ, ഈ ദിക്ർ നീ സ്വീകരിക്കണം അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾ വല്ലാത്ത പ്രയാസത്തിലാണ് അല്ലാഹ്, അതിൽ നിന്ന് വലിയ കര ഞങ്ങൾക്ക് നീ കാണിക്കണം അല്ലാഹ്. കടത്തിലാണ് അല്ലാഹ്, ധാരാളം വിഷമത്തിലാണ് അല്ലാഹ്, ടെൻഷനിലാണ് അല്ലാഹ്, മാനസിക പ്രയാസത്തിലാണ് അല്ലാഹ്. അല്ലാഹുവേ, പൈശാചികമായ ഉപദ്രവത്തിലാണ് അല്ലാഹ്. അല്ലാഹുവേ, ഇതിനൊക്കെ വലിയ കര അല്ലാഹ് നീ കാണിക്കണം അല്ലാഹ്. ഈ ദിക്റിന്റെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട് അല്ലാഹ് പ്രയാസങ്ങളിൽ നിന്നല്ലാഹ് നീ കരകയറ്റണേ അല്ലാഹ്, നീ കരകയറ്റണേ അല്ലാഹ്, നീ കരകയറ്റണേ തമ്പുരാനേ.
ഇൻഷാ അല്ലാഹ് അടുത്തത് മജ്ലിസിൽ കുറച്ച് സ്വലാത്തുകൾ നമുക്ക് ചൊല്ലാം. ഹബീബായ റസൂലുള്ളാഹിന്റെ ഹദ്റത്തിലേക്ക് അവിടുത്തെ കരളിന്റെ കഷ്ണമായ മഹദിയായ ഫാത്തിമ ബീവി ചൊല്ലിയ സ്വലാത്ത് എൻ്റെ ഉമ്മമാരെ, എൻ്റെ സഹോദരിമാരെ നിങ്ങൾ ചൊല്ലണേ. മഹദിയായ ഫാത്തിമ ബീവി ചൊല്ലിയ സ്വലാത്ത് ഈ മാസത്തിൽ നിങ്ങൾ ചൊല്ല്, ഈ മാസത്തിൽ നിങ്ങൾ ചൊല്ല്. അല്ലാഹുമ്മ സല്ലി അലൻ നൂരി വഹ്ലി, اللهم صل على النور وهلي، 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 اللهم صل على النور وهلي. അർഹമുർറഹീമീനായ അല്ലാഹ്, ഞങ്ങൾ ചൊല്ലിയ സ്വലാത്തിന് ഹബീബായ റസൂലുള്ളാഹിന്റെ ഹദ്റത്തിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ്, നീ എത്തിക്കണേ അല്ലാഹ്. അതിന്റെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ഉദ്ദേശങ്ങൾ നീ സഫലീകരിച്ച് നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ മുറാദുകൾ നീ ഹാസിലാക്കണേ അല്ലാഹ്, നീ ഹാസിലാക്കണേ അല്ലാഹ്. അർഹമുർറഹീമീനായ അല്ലാഹ്, ധാരാളം സഹോദരിമാര് മജ്ലിസ് കാണുന്നവരുണ്ട് അല്ലാഹ്. മഹദിയായ ഫാത്തിമ ബീവിയോടുകൂടെ അവരെ നീ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണേ അല്ലാഹ്, നീ പ്രവേശിപ്പിക്കണേ അല്ലാഹ്. ഞങ്ങളെ മജ്ലിസിനെ ഇഷ്ടപ്പെടുന്ന ധാരാളം സഹോദരിമാരുണ്ട് അല്ലാഹ്. ഒരു സഹോദരിക്കും അല്ലാഹ് സ്തനർബുദം നീ കൊടുക്കല്ലോ അല്ലാഹ്. സ്തനത്തിന്റെ ഭാഗത്ത് മുഴവന്ന് കുരുവന്നത് മുറിച്ചു മാറ്റുന്ന അവസ്ഥ അല്ലാഹ് മജ്ലിസ് കാണുന്ന ഒരു സഹോദരിക്കും ഒരു ഉമ്മാക്കും നീ കൊടുക്കല്ലോ അല്ലാഹ്, നീ കൊടുക്കല്ലോ അല്ലാഹ്. ഒരു മജ്ലിസിനെ ഹൃദയത്തോട് വെച്ച് കിട്ടം വെക്കുന്നവരാണ് അല്ലാഹ്. ഒരു മജ്ലിസ് കണ്ടില്ലെങ്കിൽ തങ്ങളെ എന്തായിരുന്നു പ്രയാസം എന്ന് ചോദിക്കുന്നവരാണ് അല്ലാഹ്. നീ കൊയക്കല്ലോ അല്ലാഹ്, നീ തളർത്തല്ലോ അല്ലാഹ്. അല്ലാഹ് അവർക്ക് ബുദ്ധിമുട്ടോ അടങ്ങാറോ നീ കൊടുക്കല്ല തമ്പുരാനേ. ഇൻഷാ അല്ലാഹ് മജ്ലിസിൽ കുറച്ച് ദുആ വസിയത്തുകൾ വായിച്ച് അവർക്ക് പ്രത്യേകമായി ദുആ ചെയ്യണം. ഇൻഷാ അല്ലാഹ് അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ ഖബൂൽ ചെയ്യണേ തമ്പുരാനേ. ഇൻഷാ അല്ലാഹ് മജ്ലിസ് കാണാറുണ്ട്, തങ്ങളിപ്പോ ദുആ ചെയ്യണം. ആഖിബത്ത് നന്നായി മരിക്കാനും മക്കൾ സ്വാലിഹാവാൻ, നിസ്കരിക്കാനും മക്കൾക്ക് ഹൈറായ കല്യാണം കിട്ടാനും, മക്കൾക്ക് ഏപ്രിൽ 3 നടക്കുന്ന CA പരീക്ഷയിൽ ഉന്നത വിജയം ലഭിക്കാനും, മകൻ +1 പരീക്ഷയിൽ നല്ല മാർക്കോടെ പാസ്സാവാൻ ദുആ ചെയ്യണം. റഹ്മുർറഹീമീനായ അല്ലാഹ് അവരെ മക്കളെല്ലാ പരീക്ഷയിലും പരീക്ഷണങ്ങളിലും നീ വിജയിപ്പിക്കണേ അല്ലാഹ്. സ്വാലിഹീങ്ങളിൽ ചേർക്കണേ അല്ലാഹ്, പൊന്നുമക്കളെ സ്വാലിഹീങ്ങളിൽ ചേർക്കണേ അല്ലാഹ്. റഹ്മുർറഹീമീനായ അല്ലാഹ് എത്രയും പെട്ടെന്ന് ഒരു ഇണകളെ നീ അടുപ്പിക്കണേ അല്ലാഹ്. മകൻക്ക് ഒരു ഇണയെ നീ അടുപ്പിക്കണേ അല്ലാഹ്. ഒരു സഹോദരി ഈ ടെസ്റ്റിൽ ഒന്നും തന്നെ ഉണ്ടാകാതിരിക്കണം, ഒരു അണുക്കൾ പോലും ഇല്ലാതിരിക്കാൻ തങ്ങളെ ദുആ ചെയ്യണം. തങ്ങളെ എന്തെങ്കിലും ഒരു നേർച്ച എനിക്ക് വെക്കണം, ഞാൻ അവിടെ
നേർച്ചകൾ എത്തിച്ചു തരും ഉസ്താദെ. വലിയ തുക എന്നും ആവില്ല. ഞാനൊരു പാവപ്പെട്ടവളാണ്. ജോലിയിലും ഭർത്താവിന് ബർക്കത്ത് കിട്ടാനും ദുആ ചെയ്യണം. നിങ്ങളെ മക്കൾ നന്നാവാനും ദുആ ചെയ്യണം ഇൻഷാ അല്ലാഹ്. നിങ്ങളെ മനസ്സിൽ കരുത എന്ത് നേർച്ച ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് വെക്കാം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ, അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ ഇൻഷാ അല്ലാഹ്. അല്ലാഹുവരുടെ എല്ലാ അസുഖങ്ങളും നീ മാറ്റി കൊടുക്കണേ അല്ലാഹ്. എല്ലാ പ്രയാസങ്ങളും നീ തീർത്തു കൊടുക്കണേ അല്ലാഹ്. എല്ലാ പ്രയാസങ്ങളും അസുഖങ്ങളും നീ പരിഹരിച്ചു കൊടുക്കണേ അല്ലാഹ്. നീ പരിഹരിച്ചു കൊടുക്കണേ അല്ലാഹ്. നീയാണ് ശാഫിഅ തമ്പുരാനെ. അല്ലാഹുവേ നീ ശിഫാ നൽകണേ അല്ലാഹ്. നീ ശിഫാ നൽകണേ തമ്പുരാനെ. തങ്ങളെ എൻ്റെ ഭർത്താവ് വലിയ കടബാധ്യതയിൽ കുടുങ്ങിയിരിക്കുകയാണ്. ഈ മജ്ലിസിന്റെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട് അതിൽ നിന്നെല്ലാം സലാമത്ത് കിട്ടാൻ ദുആ ചെയ്യണേ. വലിയ പ്രയാസത്തിലാണ് അല്ലാഹുവേ കടങ്ങൾ നീ വീട്ടി കൊടുക്കണേ അല്ലാഹ്. ഷഹീദിന് പോലും പൊറുക്കാത്ത കടബാധ്യത ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്. എത്ര കടമുണ്ടെങ്കിലും നീ വീട്ടി കൊടുക്കണേ അല്ലാഹ്. വീട്ടാനുള്ള മാർഗം എളുപ്പമാക്കണേ അല്ലാഹ്. എല്ലാം റാഹത്തായി കിട്ടാൻ വസിയത്തോടെ ദുആയിൽ ഉൾപ്പെടുത്തണേ ഇൻഷാ അല്ലാഹ്. എല്ലാം നീ റാഹത്തിലാക്കി കൊടുക്കണേ അല്ലാഹ്. എല്ലാം നീ സലാമത്തിലാക്കി കൊടുക്കണേ അല്ലാഹ്. കഴിഞ്ഞ വർഷമാണ് ഒരു ഓപ്പറേഷൻ കഴിഞ്ഞത്. നോമ്പ് 28-ന് ഒരു ഓപ്പറേഷൻ കഴിഞ്ഞു. അതിന്റെ ടെസ്റ്റ് അയച്ചു കൊടുത്തു. അതിലാണ് 1-ാം സ്റ്റേജിലേക്ക് എന്ന് പറഞ്ഞു തങ്ങളെ വീണ്ടും ഒരു ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു. വീണ്ടും ഒരു ടെസ്റ്റും കൂടി ഇപ്പോൾ കൊടുത്തിട്ടുണ്ട്. ആ ടെസ്റ്റിൽ ക്യാൻസറിന്റെ ഒരു അണുക്കൾ പോലും ഇല്ലാതിരിക്കാൻ തങ്ങളെ ദുആ ചെയ്യണേ ഇൻഷാ അല്ലാഹ്. അല്ലാഹുവേ എല്ലാ പ്രയാസവും നീ മാറ്റി കൊടുക്കണേ അല്ലാഹ്. ആ സഹോദരിയുടെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നീ തീർത്തു കൊടുക്കണേ അല്ലാഹ്. എല്ലാ അണുക്കളെയും നീ കരീക്കണേ അല്ലാഹ്. മാരകമായ രോഗങ്ങളൊന്നും പരീക്ഷിക്കല്ല അല്ലാഹ്. നീ പരീക്ഷിക്കല്ല അല്ലാഹ്. ആജിലായ കാമിലായ ശിഫാ ആ സഹോദരിക്ക് നീ കൊടുക്കണേ അല്ലാഹ്. ആമീൻ ആമീൻ ആമീൻ. ദുആയിൽ ഉൾപ്പെടുത്തണേ തങ്ങളെ ഇൻഷാ അല്ലാഹ്. വീട്ടിലെ പ്രയാസങ്ങൾ നീങ്ങാൻ, ജോലിയിൽ ബർക്കത്ത് ഉണ്ടാവാൻ ദുആ ചെയ്യണേ റഹ്മാനീനായ അല്ലാഹ്. വീട്ടിലെ പ്രയാസങ്ങൾ നീ മാറ്റി കൊടുക്കണേ അല്ലാഹ്. ജോലിയിൽ ബർക്കത്ത് കൊടുക്കണേ അല്ലാഹ്. തങ്ങളുപ്പാ എൻ്റെ മോൻ കുറച്ച് കാശ് കിട്ടാനും കടങ്ങൾ വീടാനും ദുആ ചെയ്യണം അല്ലാഹുവേ. കാശ് കൊടുക്കാനുള്ളവർക്ക് തിരിച്ചു കൊടുക്കാനുള്ള മനസ്സ് നീ കൊടുക്കണം അല്ലാഹ്. കടങ്ങൾ നീ വീട്ടി കൊടുക്കണം അല്ലാഹ്. മക്കൾക്ക് വീടാവാനും എല്ലാ റാഹത്തിനായി കിട്ടാൻ ദുആ ചെയ്യണം അല്ലാഹുവേ. പൊന്നു മക്കൾക്ക് ഖൈറായൊരു ഭവനം നീ എത്രയും പെട്ടെന്ന് നീ കൊടുക്കണം അല്ലാഹ്. നീ അടുപ്പിക്കണം അല്ലാഹ്. നീ അടുപ്പിക്കണം അല്ലാഹ്. എല്ലാം നീ ഖൈറിലാക്കണം അല്ലാഹ്. തങ്ങളെ ഒരുപാട് കടങ്ങളുണ്ട്, അതൊക്കെ വീടാൻ ദുആ ചെയ്യണം. അതുപോലെ മോൻക്ക് ജോലിയിൽ ബർക്കത്തുണ്ടാവാൻ ദുആ ചെയ്യണം അല്ലാഹുവേ. കടങ്ങൾ നീ വീട്ടി കൊടുക്കണം അല്ലാഹ്. മക്കൾക്ക് ജോലിയിൽ ഖൈറും ബർക്കത്തും നീ പ്രദാനം ചെയ്യണം അല്ലാഹ്. ഞങ്ങളെ മോൻക്ക് നല്ല ജോലി കിട്ടാൻ ദുആ ചെയ്യണം അല്ലാഹുവേ. ഖൈറായ ജോലി നീ അടുപ്പിക്കണം അല്ലാഹ്. നീ അടുപ്പിക്കണം അല്ലാഹ്. മക്കൾ ഗൾഫിൽ വാഹനവുമായി ബന്ധപ്പെട്ട ജോലിയാണ്. ഒരു അപകടത്തിലും പെടാതിരിക്കാൻ ദുആ ചെയ്യണം ഇൻഷാ അല്ലാഹ്. അല്ലാഹുവേ മക്കൾക്ക് അല്ലാഹ് അപകടങ്ങൾ കൊടുക്കല്ലേ അല്ലാഹ്. പ്രയാസങ്ങൾ കൊടുക്കല്ലേ അല്ലാഹ്. എൻ്റെ ഉമ്മയുടെ മുട്ടുവേദനയും ആഫിയത്തുള്ള ദീർഘായുസ്സും ആരോഗ്യവും ഉണ്ടാവാൻ ദുആ ചെയ്യണം അല്ലാഹുവേ. മുട്ടുവേദന നീ മാറ്റി കൊടുക്കണം അല്ലാഹ്. ആരോഗ്യവും ആഫിയത്തും നീ പ്രദാനം ചെയ്യണം അല്ലാഹ്. തങ്ങളുപ്പാ എൻ്റെ മോൻ നിസ്കരിക്കാനും ദീനിയാവാനും ദുആ ചെയ്യണം. മോന് ഖൈറായ ജോലി കിട്ടാനും ദുആ ചെയ്യണം ഇൻഷാ അല്ലാഹ്. അല്ലാഹുവേ ഖൈറായ ജോലി നീ അടുപ്പിക്കണം അല്ലാഹ്. അല്ലാഹുവേ നല്ല സ്വാലിഹീങ്ങളിൽ ചേർക്കണം അല്ലാഹ്. വഅലൈക്കും അസ്സലാം. തങ്ങളെ ദുആ വസിയത്തോടെ ഇൻഷാ അല്ലാഹ്. മകന്റെ കടങ്ങൾ വിടാൻ ദുആ ചെയ്യണം ഇൻഷാ അല്ലാഹ്. മകന്റെ എല്ലാ കടങ്ങളും നീ വീട്ടി കൊടുക്കണം അല്ലാഹ്. തങ്ങൾ എൻ്റെ മകന് നല്ലൊരു ജോലി കിട്ടാൻ ദുആ ചെയ്യണം ഇൻഷാ അല്ലാഹ്. ഖൈറായ ജോലി നീ അടുപ്പിക്കണം അല്ലാഹ്. ഭർത്താവിന്റെ ജോലി ഉണ്ടാവാനും ബർക്കത്തുണ്ടാവാൻ ദുആ ചെയ്യണം തങ്ങളെ ഇൻഷാ അല്ലാഹ്. ഭർത്താവിന്റെ ഖൈറായ ജോലി നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. ജോലിയിൽ ബർക്കത്ത് നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. മക്കളുടെ സ്വഭാവം നന്നാവാൻ ദുആ ചെയ്യണേ അല്ലാഹുവേ. ഖൈറായി അല്ലാഹുവേ മക്കളെ സ്വാലിഹീങ്ങളിൽ ചേർക്കണേ അല്ലാഹ്. അല്ലാഹുവേ നല്ല സ്വഭാവത്തിന് ഉടമകളാക്കണേ അല്ലാഹ്. പേരക്കുട്ടി മദ്രസയിൽ പോവാൻ ദുആ ചെയ്യണം ഇൻഷാ അല്ലാഹ്. ആമീൻ ആമീൻ ആമീൻ. ഉസ്താദേ എൻ്റെ മാരേജ് ശരിയാവാൻ ദുആ ചെയ്യണം. 30 വയസ്സായി അല്ലാഹുവേ. അല്ലാഹു ഒരു ഇണയെ നീ അടുപ്പിക്കണം അല്ലാഹ്. മകന്റെ കല്യാണം ശരിയാവാൻ ദുആ ചെയ്യണം ഇൻഷാ അല്ലാഹ്. അല്ലാഹു മകൻക്ക്
അല്ലാഹ് ഖൈറായ ഒരു ഇണയെ നീ അടുപ്പിക്കണേ അല്ലാഹ്. കടമുണ്ട് എത്രയും പെട്ടെന്ന് തീരാൻ വേണ്ടി ദുആ ചെയ്യണം അല്ലാഹുവേ. കടങ്ങളെ നീ വീട്ടിൽ കൊടുക്കണേ അല്ലാഹ്. മകന് നീറ്റ് പരീക്ഷയിൽ ഉയർന്ന മാർക്കോടെ സീറ്റ് കിട്ടാനും ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും മക്കൾക്ക് ഖൈറായ കല്യാണം ശരിയാവാൻ ദുആ ചെയ്യണം അല്ലാഹു. മക്കൾക്ക് ഖൈറായ ഇണകളെ നീ അടുപ്പിക്കണേ അല്ലാഹ്. അല്ലാഹു പരീക്ഷകളിലും വിജയിപ്പിക്കണേ അല്ലാഹ്. കടങ്ങൾ ലക്ഷക്കണക്കിന് കടമുണ്ട്, വീടാൻ ദുആ ചെയ്യണം അല്ലാഹുവേ. ലക്ഷക്കണക്കിന് കടമുണ്ടെങ്കിലും കോടിക്കണക്കിന് കടമുണ്ടെങ്കിലും വീട്ടാനുള്ള മാർഗ്ഗം നീ എളുപ്പമാക്കണേ അല്ലാഹ്. കടങ്ങളെ വിടാൻ ദുആ ചെയ്യണം ഉസ്താദേ. ഇൻഷാ അല്ലാഹ് മക്കൾ നന്നാവാനും കടങ്ങൾ വിടാനും ദുആ ചെയ്യണം അല്ലാഹു. മക്കളെ സ്വാലിഹീങ്ങളിൽ ചേർക്കണേ അല്ലാഹ്. കടങ്ങളെ നീ വീട്ടിൽ കൊടുക്കണേ അല്ലാഹ്. എല്ലാ മുറാദും ഹസിലാവാൻ ദുആ ചെയ്യണേ ഇൻഷാ അല്ലാഹ്. എല്ലാ മുറാദും നീ ഹസിലാക്കി കൊടുക്കണേ അല്ലാഹ്. ഫാമിലിയിൽ പ്രോബ്ലം ഉണ്ട് ഉസ്താദ്, ദുആ ചെയ്യണം ഇൻഷാ അല്ലാഹ്. ആമീൻ ആമീൻ ഇൻഷാ അല്ലാഹ്. അങ്ങനെ ധാരാളം ദുആ വസിയത്തുകൾ അല്ലാഹുവേ. എല്ലാവരുടെയും മുറാദ് നീ ഹസനാക്കി കൊടുക്കണേ അല്ലാഹ്. പ്രയാസങ്ങൾ നീ തീർത്തു കൊടുക്കണേ അല്ലാഹ്. രോഗങ്ങൾ അല്ലാഹു പരിപൂർണ ആജിലായ കാമിലായ ശിഫാ അവർക്ക് നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. നീ കാത്തോളണേ അല്ലാഹ്. കാവല് കൊടുക്കണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് ദുആ മജ്ലിസിലേക്ക് കടക്കണേ എല്ലാവരും ആത്മാർത്ഥമായിട്ട് ഇഖ്ലാസോടുകൂടി ആമീൻ പറയാം. അല്ലാഹു നീ സ്വീകരിക്കണേ അല്ലാഹ്. നീ ഖബൂൽ ചെയ്യണേ തമ്പുരാനെ. آمين. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل على سيدنا محمد الفاتح لما علق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. يا رحمن يا الله، يا ملك يا الله، يا قدوس يا الله، يا سلام يا الله، يا مؤمن يا الله، يا معين يا الله، يا عزيز يا الله، يا جبار يا الله، يا متكبر يا الله، يا خالق يا الله، يا رافع يا الله، يا مذل يا الله، يا سميع يا الله، يا ذا الجلال والإكرام يا الله. حسبنا الله ونعم الوكيل، نعم المولى ونعم النصير. حسبنا الله ونعم الوكيل، نعم المولى ونعم النصير. حسبنا الله ونعم الوكيل، نعم المولى ونعم النصير. يا ودود يا ودود يا ودود يا الله. أرحم الراحمين يا راجاد راجناയ മലിക്കുൽ ജബ്ബാറായ മാലിക്കുൽ മുലൂക്കായ അല്ലാഹ്, ഞങ്ങളുടെ ദുആഇനെ നീ സ്വീകരിക്കണേ അല്ലാഹ്. നീ കബൂൽ ചെയ്യണേ അല്ലാഹ്. അർഹമർ റഹീമീനായ തമ്പുരാനെ, അടിമകളായ ഞങ്ങൾ യജമാനനായ നിന്നിലേക്ക് ഉയർത്തുന്ന കരങ്ങളെ നീ ഖൈബാക്കി തട്ടിക്കളയല്ലേ അല്ലാഹ്. നീ ഖൈബാക്കി തട്ടിക്കളയല്ലേ അല്ലാഹ്. നീ ഖൈബാക്കി തട്ടിക്കളയല്ലേ അല്ലാഹ്. ഞങ്ങളെ ഹൃദയങ്ങളെ നീ ശുദ്ധീകരിക്കണേ അല്ലാഹ്. ഹൃദയങ്ങളെ നീ ശുദ്ധീകരിക്കണേ അല്ലാഹ്. ഹസദില്ലാത്ത കിബ്റില്ലാത്ത നല്ല സംശുദ്ധമായ ഹൃദയങ്ങളാക്കണേ അല്ലാഹ്. ഹൃദയങ്ങളാക്കണേ തമ്പുരാനെ. ഈ പവിത്രമാക്കപ്പെട്ട ദിനത്തിൽ അല്ലാഹ് ഞങ്ങളിതാ നിന്നിലേക്ക് ഉയർത്തുന്ന കരങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാഹ്. നീ കബൂലാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ദുആക്ക് നീ ഉത്തരം നൽകണേ അല്ലാഹ്. ഉത്തരം നൽകണേ തമ്പുരാനെ. ഞങ്ങളെ മജ്ലിസിൽ ഞങ്ങൾ ചൊല്ലിയ ദിക്റുകളെ നീ സ്വീകരിക്കണേ അല്ലാഹ്. നീ കബൂലാക്കണേ അല്ലാഹ്. ധാരാളം മുറാദുകൾ അവർ ഈ മജ്ലിസിൽ പങ്കെടുക്കുന്നവരുണ്ട് അല്ലാഹ്. നീ സ്വീകരിക്കണേ അല്ലാഹ്. നീ കബൂലാക്കണേ അല്ലാഹ്. ഈ ദിവസത്തിന്റെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട്, മാസത്തിന്റെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ, ഞങ്ങളിൽ കഴിഞ്ഞു പോയ മാസത്തിന്റെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ, അവരെ മുറാദ് നീ ഹസിലാക്കണേ അല്ലാഹ്. അവരുടെ ഉദ്ദേശങ്ങൾ നീ സഫലീകരിച്ച് നൽകണേ അല്ലാഹ്. ധാരാളം മുറാദുള്ളവർ തങ്ങളെ ദുആ ചെയ്യണേ. മജ്ലിസിൽ പ്രത്യേകം
നിർബന്ധമായി ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. അവരെ മുറാദ് അല്ലാഹ് ഞാൻ പറയാതെ തന്നെ നിനക്കറിയാമല്ലോ തമ്പുരാനെ, നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാഹ്, നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാഹ്. നമ്മളെ മജ്ലിസിനെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നവര് എൻ്റെ സഹോദരിമാര് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. ഭർത്താക്കന്മാരെ കാര്യം പറഞ്ഞ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത എൻ്റെ സഹോദരിമാരുണ്ട് അല്ലാഹ്. ഭർത്താക്കന്മാരെ നന്നാക്കണേ അല്ലാഹ്. അല്ലാഹു അവർക്ക് ഹൈറായ ജോലി കൊടുക്കണേ അല്ലാഹ്. ജോലി ഉള്ളവർക്ക് അല്ലാഹ് അതിൽ വലിയ ബർക്കത്ത് കൊടുക്കണേ അല്ലാഹ്. അഭിവൃദ്ധി കൊടുക്കണേ അല്ലാഹ്, അഭിവൃദ്ധി കൊടുക്കണേ അല്ലാഹ്. അല്ലാഹു അവരെ ദുശീലങ്ങളെ നീ മാറ്റി കൊടുക്കണേ അല്ലാഹ്. അവരെ സ്വഭാവങ്ങളെ നീ നന്നാക്കണേ അല്ലാഹ്. അവരെ ജീവിതത്തിൽ ഐക്യം നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. റാഹത്തോടുകൂടി മനസ്സമാധാനത്തോടുകൂടി മരണം വരെ ജീവിക്കാൻ അവർക്ക് ഭാഗ്യം കൊടുക്കണേ അല്ലാഹ്. മക്കളെ കാര്യം പറഞ്ഞുകൊണ്ട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത എൻ്റെ സഹോദരിമാരുണ്ട് അല്ലാഹ്, എൻ്റെ സഹോദരന്മാരുണ്ട് അല്ലാഹ്. മക്കളെ നന്നാക്കണേ അല്ലാഹ്. റൗഡികളും തമ്മാടികളും ആക്കല്ലേ അല്ലാഹ്. ലഹരിക്കടിമപ്പെടുന്ന മക്കളാക്കി ഞങ്ങളെ മക്കളെ മാറ്റല്ലേ അല്ലാഹ്. മക്കളെ കാരണത്താൽ കണ്ണീര് വാർക്കേണ്ട ഒരവസ്ഥ അല്ലാഹുവേ മജ്ലിസ് കാണുന്ന ഒരു മാതാപിതാക്കൾക്കും അല്ലാഹുവേ നീ കൊടുക്കല്ലേ അല്ലാഹ്, നീ കൊടുക്കല്ലേ അല്ലാഹ്. റൗഡികളാക്കല്ലേ അല്ലാഹ്, തമ്മാടികളാക്കല്ലേ അല്ലാഹ്. വീടിനും നാട്ടുകാർക്കും വീട്ടുകാർക്കും ഉപകരിക്കുന്ന നല്ല സ്വാലിഹീങ്ങളായ മക്കളെയാക്കണേ അല്ലാഹ്, മക്കളാക്കണേ അല്ലാഹ്, മക്കളാക്കണേ അല്ലാഹ്. കടമാണ് തങ്ങളെ, വലിയ പ്രയാസത്തിലാണ് തങ്ങളെ. ലക്ഷക്കണക്കിന് കടമുണ്ട്, കോടിക്കണക്കിന് കടമുണ്ട് തങ്ങളെ. ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. ഈ നല്ല ഒരു ദിവസത്തിൽ അല്ലാഹ് സുബ്ഹി നിസ്കാരം കഴിഞ്ഞ് ഞങ്ങൾ ഉയർത്തുന്ന കരങ്ങള് അല്ലാഹ് നീ തട്ടി മാറ്റല്ലേ അല്ലാഹ്. അവരെ കടങ്ങൾ നീ തീർത്തു കൊടുക്കണേ അല്ലാഹ്. അല്ലാഹു ലക്ഷക്കണക്കിന് കടമുണ്ടെങ്കിലും കോടിക്കണക്കിന് കടമുണ്ടെങ്കിലും അല്ലാഹുവേ തീർക്കാനുള്ള മാർഗം നീ എളുപ്പമാക്കണേ അല്ലാഹ്. ഷഹീദിന് പോലും പൊറുക്കാത്ത കടബാധ്യത അല്ലാഹ് ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്, നീ നൽകല്ലേ അല്ലാഹ്. ഞങ്ങളെ കണ്ണടയുന്നതിന് മുമ്പ് കടങ്ങൾ വീട്ടാനുള്ള മാർഗം നീ എളുപ്പമാക്കണേ അല്ലാഹ്, നീ എളുപ്പമാക്കണേ തമ്പുരാനെ. ഒരു വീടില്ല തങ്ങളെ ദുആ ചെയ്യണമെന്ന് പറഞ്ഞവരുണ്ട് അല്ലാഹ്. ഹൈറായ ഭവനം നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്, ഹൈറായ ഭവനം നീ പ്രദാനം ചെയ്യണേ തമ്പുരാനെ, അർഹമുർ റഹീമീനായ തമ്പുരാനെ. മക്കളെ കാര്യം പറഞ്ഞുകൊണ്ട് അവരെ വിവാഹ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. ഒരു ഇണകളെ നീ അടുപ്പിക്കണേ അല്ലാഹ്, സ്വലീഹീങ്ങളായ ഇണകളെ നീ അടുപ്പിക്കണേ അല്ലാഹ്, നീ അടുപ്പിച്ച് കൊടുക്കണേ അല്ലാഹ്. അവരുടെ ജോലി കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പ്രയാസം പറഞ്ഞു ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. ഹൈറായ ജോലി മക്കൾക്ക് നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. വിസിറ്റിങ്ങിന് പോയതാണ് തങ്ങളെ, 3-4 മാസമായി റൂമിലാണ്. CV ധാരാളം ഓഫീസുകളിൽ കൊടുത്തു, ഒരു വിളിയുമില്ല തങ്ങളെ. ദുആ ചെയ്യണമെന്ന് പറഞ്ഞവരുണ്ട് അല്ലാഹ്, സങ്കടം പറഞ്ഞവരുണ്ട് അല്ലാഹ്. മക്കൾക്ക് ഹൈറായ ജോലി നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്, നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. അർഹമുർ റഹീമീനായ അല്ലാഹ് ഞങ്ങളെ നന്നാക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങൾക്ക് നീ നല്ല മനസ്സ് നീ നൽകണേ അല്ലാഹ്. ധാരാളം രോഗികൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. രോഗങ്ങളെ നീ പരിപൂർണമായി ശിഫാ നീ നൽകണേ അല്ലാഹ്. മാരകമായ ക്യാൻസർ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്. ട്യൂമർ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്. അറ്റാക്ക് ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്. അല്ലാഹുവേ നിത്യ രോഗികളാക്കി ഞങ്ങളെ മാറ്റല്ലേ അല്ലാഹ്. പ്രഷർ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്. പ്രമേഹം ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്. അല്ലാഹുവേ കൊളസ്ട്രോൾ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്. ഊരവേദനയിൽ പ്രയാസപ്പെടുന്നവർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. നീ ശിഫാ പ്രദാനം ചെയ്യണേ അല്ലാഹ്. കാൽവേദനയിൽ പ്രയാസപ്പെടുന്നവർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. അല്ലാഹുവേ നീ പരിപൂർണമായി ശിഫാ നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. കിഡ്നി സംബന്ധമായ രോഗികള്, ലിവർ സംബന്ധമായ രോഗികള്, വയറ് സംബന്ധമായ രോഗികള്, ഹൃദയ സംബന്ധമായ രോഗികള്, അല്ലാഹുവേ തല സംബന്ധമായ രോഗികള്, കാത് സംബന്ധമായ രോഗികള്, കൺ സംബന്ധമായ രോഗികള്, അല്ലാഹുവേ നീ പരിപൂർണ ശിഫാ പ്രദാനം ചെയ്യണേ അല്ലാഹ്. മൈഗ്രീന്റെ തലവേദനയിൽ പ്രയാസപ്പെടുന്നവരുണ്ട് അല്ലാഹ്. ദുആ
ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. നീ പരിപൂർണ ശിഫ നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. കൺകാഴ്ച മങ്ങി വരുന്നവർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. കാഴ്ച ശക്തി നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. കേൾവി ശക്തി കുറഞ്ഞു വരുന്നവരുണ്ട് അല്ലാഹ്. അല്ലാഹുവേ കേൾവി ശക്തി നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. ഞങ്ങളെ ശരീരത്തിൽ അല്ലാഹ് ഒരു രോഗവും നീ നൽകല്ലേ അല്ലാഹ്. നീ നൽകല്ലേ തമ്പുരാനെ. അല്ലാഹുവേ ഞങ്ങൾ സമ്പാദിച്ച സമ്പത്ത് മുഴുവൻ ഹോസ്പിറ്റലിൽ പോയി കൊണ്ടുപോയി കെട്ടിവെക്കേണ്ട അസുഖങ്ങൾ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്. നീ നൽകല്ലേ അല്ലാഹ്. നീ നൽകല്ലേ അല്ലാഹ്. മൂത്രത്തിന് പൈപ്പിട്ട്, കാഷ്ടത്തിന് പൈപ്പിട്ട്, ഭക്ഷണത്തിന് പൈപ്പിട്ട് ഒരു മൂലയിൽ കിടക്കേണ്ട അസുഖങ്ങൾ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്. നീ നൽകല്ലേ തമ്പുരാനെ. മരണം ഹൈറാകുന്ന സമയത്ത് എല്ലാവരുടെ സാന്നിധ്യത്തിൽ നല്ലത് ചൊല്ലിപ്പറഞ്ഞു മരിക്കുന്ന മുത്തഖീങ്ങളിൽ ഞങ്ങളെ ചേർക്കണേ അല്ലാഹ്. ഞങ്ങളെ ചേർക്കണേ അല്ലാഹ്. റഹ്മാനായ അല്ലാഹ് ധാരാളം പ്രവാസികളെ ഞങ്ങളെ മജ്ലിസ് കാണുന്നവരുണ്ട് അല്ലാഹ്. ഞങ്ങളെ മജ്ലിസിനെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നവരുണ്ട് അല്ലാഹ്. മജ്ലിസിലേക്ക് സഹായിക്കുന്നവരുണ്ട് അല്ലാഹ്. സഹകരിക്കുന്ന പ്രവാസികളുണ്ട് അല്ലാഹ്. എൻ്റെ പ്രവാസികളെ നീ കൊയക്കല്ല അല്ലാഹ്. നീ തളർത്തല്ല അല്ലാഹ്. അവർക്ക് ബുദ്ധിമുട്ട് കൊടുക്കല്ല അല്ലാഹ്. അവർക്ക് ഇടങ്ങേറുകൾ കൊടുക്കല്ല അല്ലാഹ്. അവിടുന്ന് മരണപ്പെട്ട് പെട്ടീനാക്കി ജനാസ നാട്ടിലേക്ക് കൊണ്ടുവരുന്ന അവസ്ഥ ഒരു പ്രവാസിക്ക് നീ കൊടുക്കല്ല അല്ലാഹ്. അല്ലാഹുവേ ആമീൻ പറയുന്ന ഒരു ആമീൻ പറയുന്ന പ്രവാസികളുടെ ഭാര്യമാരുണ്ട് അല്ലാഹ്. അവർക്ക് കൊടുക്കല്ല അല്ലാഹ്. നീ കൊടുക്കല്ല തമ്പുരാനെ. തനാസുൽ മാറി കിട്ടിയിട്ടില്ല തങ്ങളെ. ഇഖാമ റെഡിയായിട്ടില്ല. ദുആസിനെന്ന് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. ആ പ്രയാസങ്ങൾ നീ മാറ്റി കൊടുക്കണേ അല്ലാഹ്. ഞങ്ങൾക്ക് റാഹത്ത് നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. അല്ലാഹുവേ ധാരാളം ദ്വീപിലുള്ള എൻ്റെ സഹോദരന്മാർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. എൻ്റെ ദ്വീപുകാരെ നീ കൊയക്കല്ല അല്ലാഹ്. നീ തളർത്തല്ല അല്ലാഹ്. അവർക്ക് ബുദ്ധിമുട്ട് കൊടുക്കല്ല അല്ലാഹ്. അവർക്ക് ഇടങ്ങേറുകൾ കൊടുക്കല്ല അല്ലാഹ്. ഞങ്ങളുമായി അഭേദ്യമായ ബന്ധമുള്ളവരാണ് ദ്വീപുകാർ. അവരെ കൊയക്കല്ല അല്ലാഹ്. നീ തളർത്തല്ല തമ്പുരാനെ. ധാരാളം ആളുകൾ മജ്ലിസ് അല്ലാഹ് ഒരു മജ്ലിസ് പോലും മുടക്കാത്തവരുണ്ട് അല്ലാഹ്. അവരെ നീ കൊയക്കല്ല അല്ലാഹ്. അവർക്ക് പ്രയാസം കൊടുക്കല്ല അല്ലാഹ്. അവർക്ക് ബുദ്ധിമുട്ട് കൊടുക്കല്ല അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങൾ ചൊല്ലുന്ന ദിക്റിന്റെ ഹക്ക് ജാഉ ബർക്കത്ത് കൊണ്ട് അവരെ കടങ്ങളെ നീ വീട്ടി കൊടുക്കണം അല്ലാഹ്. അവരെ പ്രയാസങ്ങൾ നീ തീർത്തു കൊടുക്കണം അല്ലാഹ്. അവരെ മുസീബത്തുകളെ നീ തീർത്ത് സലാമത്തവർക്ക് നീ പ്രദാനം ചെയ്യണം അല്ലാഹ്. ഞങ്ങൾ വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവരാണ് അല്ലാഹ്. ആക്സിഡന്റ് അപകട മരണങ്ങൾ അല്ലാഹ് ഞങ്ങൾക്ക് നീ നൽകല്ല അല്ലാഹ്. നടുറോട്ടിൽ നിന്ന് പെറുക്കിയെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന മയ്യത്താക്കി ഞങ്ങളെ മയ്യത്തിനെ നീ മാറ്റല്ല അല്ലാഹ്. നീ മാറ്റല്ല തമ്പുരാനെ. ധാരാളം സഹോദരിമാരിന്റെ സഹോദരന്മാര് കമന്റ് ബോക്സിൽ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. എല്ലാ മജ്ലിസിന്റെ അടിയിലും കമന്റ് ബോക്സിൽ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. അവരെ മുറാദിനെ നീ ഹാസിലാക്കണേ അല്ലാഹ്. അവരുടെ ഉദ്ദേശങ്ങൾ നീ സഫലീകരിച്ചു കൊടുക്കണേ അല്ലാഹ്. അവരുടെ പ്രയാസങ്ങൾ നീ തീർത്തു കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ അവർക്കും ഞങ്ങൾക്കും നീ റാഹത്ത് പ്രദാനം ചെയ്യണേ അല്ലാഹ്. ഐശ്വര്യം ഞങ്ങളുടെ ജീവിതത്തിൽ നിറക്കണേ അല്ലാഹ്. ധാരാളം ആളുകൾ ഞങ്ങളിൽ നിന്ന് മൗത്തായി പോയി അല്ലാഹ്. ഞങ്ങളെ മജ്ലിസ് കണ്ടുകൊണ്ടിരുന്നവര്, കഴിഞ്ഞ വർഷം നമ്മളെ മജ്ലിസിൽ പങ്കെടുത്തവര് ഇന്ന് ഖബറിലാണ് അല്ലാഹ്. 6 അടി മണ്ണിലാണ് തമ്പുരാനെ. അവർക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. അവരെ ഖബറിടം നീ റാഹത്തിലാക്കണേ അല്ലാഹ്. സ്വർഗ സന്തോഷപൂരിതമാക്കണേ അല്ലാഹ്. സ്വർഗത്തിനൊരു ഫിറാശ് അവരെ ഖബറിലേക്ക് നീ വിരിപ്പിച്ചിട്ട് കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ 10 മാസം നൊന്ത് പ്രസവിച്ച് മാറോടണച്ച മിഞ്ഞ പാല് തന്ന പൊന്നാര പൊന്നുമ്മ ഇന്ന് ഖബറിലാണ് അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങൾ ചൊല്ലുന്ന എല്ലാ ദിക്റുകളും പൊന്നുമ്മാന്റെ ഖബറിലേക്ക് അതിന്റെ മിസ്ലി സവാബ് നീ എത്തിക്കണേ അല്ലാഹ്. എത്തിക്കണേ അല്ലാഹ്. ഉമ്മാക്ക് പുറത്തു കൊടുക്കണേ അല്ലാഹ്. ഉമ്മാക്ക് മാപ്പ് ചെയ്യണേ അല്ലാഹ്. അല്ലാഹുവേ ഉമ്മ ചെയ്ത ജീവിതകാലത്ത് ചെയ്ത എല്ലാ അമാലുകളും ഖബറിൽ കൂട്ടാളിയാക്കണേ അല്ലാഹ്. ഖബറിൽ കൂട്ടാളിയാക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങൾ ഈ നിലയിലാവാൻ വേണ്ടി മെഴുകുതിരി ഒരുക്കി തീർന്നതുപോലെ ഒരുക്കി തീർന്ന പൊന്നാര പൊന്നുപ്പ ഇന്ന് ഖബറിലാണ് അല്ലാഹ്. ഉപ്പ ഇന്ന് ഖബറിലാണ് തമ്പുരാനെ. ഉപ്പാക്ക് പുറത്തു കൊടുക്കണം അല്ലാഹ്. ഉപ്പ ചെയ്ത എല്ലാ
അമാലുകളും ഖബറിൽ കൂട്ടാളിയാക്കണല്ലോ, ഖബറിൽ കൂട്ടാളിയാക്കണല്ലോ. ഉപ്പാന്റെ ഖബർ കണ്ടെത്താ ദൂരത്തോളം നീ വിശാല നൽകണല്ലോ, വിശാല നൽകണല്ലോ, വിശാല നൽകണേ തമ്പുരാനെ റഹ്മുർ-റഹീമീനായ അല്ലാഹ്. ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങളും അതുപോലെ മൗത്താകുമല്ലോ. നിങ്ങളെ വീടിന്റെ ഇമ്മരപ്പടിയിൽ ഉണക്കക്കെട്ടിൽ ഞങ്ങളെ മലർത്തി അങ്ങ് കെടുത്തുമല്ലോ. ഈ താടി തലയിലേക്ക് കെട്ടപ്പെടും, മൂക്കില് പഞ്ഞി തിരുകപ്പെടുമല്ലോ. ആ സമയത്ത് മുഖത്തീമാനിന്റെ പ്രഭ നൽകണമല്ലോ, മുഖത്തീമാനിന്റെ പ്രഭ നൽകണമല്ലോ, മുഖത്തീമാനിന്റെ പ്രഭ നൽകണമല്ലോ. ഞങ്ങളെ ജനാസയും ചുമന്ന് വയ്യോരങ്ങളിലൂടെ കൊണ്ടുപോകുന്ന സമയത്ത് ഖദ്ദിമൂനി ഖദ്ദിമൂനി എന്ന് പറയുന്ന ജനാസകളിൽ ഞങ്ങളെ ജനാസയെ ചേർക്കണമല്ലോ, ഞങ്ങളെ ജനാസയെ ചേർക്കണമല്ലോ, ഞങ്ങളെ ജനാസയെ ചേർക്കണേ തമ്പുരാനെ. ഊരക്ക് മുണ്ടിട്ട് ഞങ്ങളെ ഖബറിലേക്ക് ഇറക്കി വെക്കും. ഈ കവിള് മണ്ണിനോട് ചേർക്കപ്പെടുമല്ലോ. ഖബറിൽ രക്ഷ നൽകണമല്ലോ. നിന്റെ മലാക്കന്മാരുടെ സഹായം ഖബറിൽ നൽകണമല്ലോ, നീ നൽകണമല്ലോ. തേളുകൾക്കും പാമ്പുകൾക്കും പുഴുക്കൾക്കും പകരം ഞങ്ങൾ ചെയ്ത അമാലുകളെ കൂട്ടാളിയാക്കണമല്ലോ, അമാലുകളെ കൂട്ടാളിയാക്കണേ തമ്പുരാനെ റഹ്മുർ-റഹീമീനായ അല്ലാഹ്. ഉപ്പാപ്പ അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുകരങ്ങളിൽ നിന്നും ഹൗദുൽ കൗസർ കുടിക്കുന്ന മുത്തഖീങ്ങളിൽ ഞങ്ങളെ ചേർക്കണേ അല്ലാഹ്, ഞങ്ങളെ ചേർക്കണേ അല്ലാഹ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുക്കല്യാണം രണ്ട് കണ്ണുകൊണ്ട് കാണാൻ ഏറ്റവും ഉദവി നൽകണേ അല്ലാഹ്, ഏറ്റവും ഉദവി നൽകണേ അല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മിൻ സവാലിൽ ഈമാൻ വമിൻ ശർരിശ് ശൈത്താൻ വമിൻ ളുൽമിസ് സുൽത്താൻ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബൻ നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.